നമസ്കാരം. ഭാരത് ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫലപ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഫലപ്രഖ്യാപനത്തിൽ ചിലപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ സൂചനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. അത് BJP ആണെങ്കിലും ഒപ്പം തന്നെ NDA മുന്നണിയും അതിനോടൊപ്പം ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വളർച്ചയിലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്നതാണ് ഈ സമയത്ത് ഏറ്റവും നമുക്ക് പ്രതീക്ഷ നൽകുന്നൊരു സംഭവം. കാരണം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യ മുന്നണി പോലും ഇങ്ങനെ കരുതി കാണില്ല ഇത്തരത്തിലേക്ക്. കാരണം 211, 215 സീറ്റുകളിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞ് ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടുന്നതല്ല ലീഡ് ചെയ്യുക എന്ന് പറയപ്പെടുന്ന ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരിക്കലും സ്വപ്നം കാണാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 290ലേക്ക് NDA സഖ്യവും 216ലേക്ക് ഇന്ത്യ സഖ്യവും എത്തുക എന്ന് പറയപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്? അത് ശ്രദ്ധിക്കേണ്ടത് സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യമാണോ, അതോ നേതാക്കൾ തമ്മിലുള്ള ഏകാധിപത്യ പ്രവണതയാണോ, BJPക്കുള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നത് ഈ 290 അല്ലെങ്കിൽ 216 എന്ന് പറയപ്പെടുന്ന സംഖ്യയെക്കുറിച്ചല്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയിരുന്നത് 330, 370 സീറ്റുകൾ എന്നുള്ളതല്ല. പക്ഷേ അതിലേക്ക് കയറി വരുവാൻ ഇപ്പോൾ BJPക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ NDA മുന്നണിക്ക് കഴിയുന്നില്ല. പക്ഷേ അവിടെ 160, 115, 150 ഒക്കെ പറഞ്ഞിരുന്ന ഇന്ത്യ മുന്നണിക്ക് 200 കഴിയുന്ന തരത്തിലേക്ക് ലീഡ് ഉയർത്താൻ കഴിയുന്നു. അതാണ് സ്ഥിതിവിശേഷം. അങ്ങനെ ലീഡ് ഉയർത്താൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ പുനർവിചിന്തനം നടത്തേണ്ടത് ആരാണ്? നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും മാത്രമല്ല ഈ BJP എന്ന് പറയുന്ന സംഘടന കൂടി ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീല, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? NDA സഖ്യത്തിന് 290ഉം ഇന്ത്യ സഖ്യത്തിന് 216 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അതൊരു പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കാം. 216 സീറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് അവസാന ഘട്ടത്തിൽ പല കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ശ്രീലയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ 290 എന്ന് പറയുന്നത് നമ്മളും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ സൂചനകൾ ഇതിലും വലുതായിരുന്നു. അതിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് 216 എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ കഴിയാത്തതാണ്. അതിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീല പറഞ്ഞ ചില വാദങ്ങൾ കറക്റ്റാണ്. കാരണം സംഘടനാ ദൗർബല്യമാവുന്നു, അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളെ മറ്റു തരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്ത് BJP തളർന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. കാരണം സംഘടനാ സംവിധാനം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം RSS പോലുള്ള വലിയ സംവിധാനത്തിന് കീഴിൽ, അവരുടെ ആ ഒരു കേഡർ സംവിധാനത്തിന് കീഴിൽ വളർന്നു വന്ന പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്നത്. ആ BJP ഒരിക്കലും ഈ RSSനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ RSSനെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. JP നദ്ദയെ കൊണ്ട് അത്തരത്തിലൊരു പ്രസ്താവന 4ാം ഘട്ടത്തിൽ, വോട്ടെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ പറയിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ നേരത്തെ പറയാതെ പറയുകയാണ് ശ്രീല, പക്ഷെ ആരാണ് എന്ന് എനിക്ക് പറയാം. പക്ഷെ അങ്ങനെ വളരെ വലിയ നേതാക്കൾ, ഇന്ന് മുൻപിൽ നിൽക്കുന്ന പല നേതാക്കളും, നയിക്കുന്ന പല നേതാക്കളും അവർക്ക് മുകളിലേക്ക് ഒരാളും കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവാം. പക്ഷെ RSS പോലൊരു സംഘടനയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ മുതൽ തന്നെ ഇല്ല. കാരണം RSSന് ആരാണോ കേഡർ സംവിധാനമുള്ള പാർട്ടി അവരൊരിക്കലും പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വരുന്ന പാർട്ടിയല്ല, അല്ലെങ്കിൽ പാർട്ടിയല്ല, അവരൊരു സംഘടനയായിട്ട് ആ സംഘടനാ സംവിധാനത്തിൽ പോലും അങ്ങനെയാണ്. അതേ രീതിയിലാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ചില ആൾക്കാർ, ഇപ്പൊ കേരളത്തിലും ആ അവസ്ഥയുണ്ട്. കേരളത്തിലും ചില ആൾക്കാർ മാത്രം മറ്റുള്ളവരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടി കാര്യമായി എടുക്കാതെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് തന്നെ കേന്ദ്രത്തിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്രത്തിലും ഇത്തരത്തിൽ ചില നേതാക്കന്മാർ, വലിയ ജനപിന്തുണയുള്ള ചില നേതാക്കന്മാരെ മാറ്റി നിർത്തുന്ന സംവിധാനം, അതെ, അത് വലിയ തരത്തിൽ. കാരണം എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകുന്ന സംവിധാനമാണ്. അതിന് ഒരിക്കലും സ്റ്റെബിലിറ്റി ഉണ്ടാകാനും പോകുന്നില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും 4 ഘട്ടങ്ങളായി വേർപിരിയും. 5 വർഷം ഒരിക്കലും തേക്കാൻ കഴിയില്ല എന്ന് നമുക്ക് അവർക്ക് പറയാം. പക്ഷേ എങ്കിൽ പോലും അവർ ഇത്തരത്തിൽ സീറ്റ് നിലയിൽ മുമ്പിലേക്ക് വരുന്നത് ആശ്വാസ്യമല്ല എന്ന് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് BJP കഴിഞ്ഞ 2014-ലും 19-ലും നേടിയെടുക്കപ്പെട്ട ഒരു എഡ്ജ് ഉണ്ട്. അത് പക്ഷെ നഷ്ടപ്പെടുകയാണ്. ആ എഡ്ജ് നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 216 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി ചില പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ, കോൺഗ്രസിനുള്ളിൽ ചില മാറ്റങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന 216-നപ്പുറം വലിയൊരു കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയുമായിരുന്നു. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ഒരു 80 വയസ്സുകാരനായ ഒരു സാരഥിയെ AICCയുടെ പദവിയിൽ കൊണ്ടുവരാതെ ശശി തരൂരിനെ പോലുള്ള ആളെ, അതായത് മോദിക്ക് തുല്യമായി നിൽക്കാൻ കഴിയുള്ള ഒരാളെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 100-110 സീറ്റെങ്കിലും കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 216 എന്ന് പറയപ്പെടുന്നത് 250-ലോട്ടോ 260-ലേക്കോ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പിന്നെ നമുക്കറിയാമല്ലോ, പിന്നെ നടക്കുന്ന ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. ഇതിപ്പോ സൗത്ത് ഇന്ത്യയിലാണ് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്.
കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യ സഖ്യത്തിന്. എങ്കിൽ പോലും ഇപ്പോൾ കേരളം അടക്കമുള്ളവ നോക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്ന കേരളത്തിലെ അവസ്ഥയൊക്കെ നമുക്കറിയാം. കേരളത്തിൽ വളരെ ടൈറ്റ് ഫൈറ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപി കേരളത്തിൽ NDA സഖ്യം സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് നില അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രതീക്ഷ തന്നെയാണ് BJPക്ക്. കേരളത്തിൽ വലിയ പ്രതീക്ഷയിലേക്ക് BJP ഒരു സീറ്റ് എന്ന നിലയിലേക്ക് ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് അടുത്ത അസംബ്ലിയിൽ ഇപ്പോഴേ കാര്യമായി ആദ്യം വരാൻ പോകുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ അതടക്കമുള്ളവ വലിയ തരത്തിൽ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. BJP നല്ല രീതിയിൽ വോട്ട് ഉയർത്തുന്നുണ്ട് എല്ലാ സ്ഥലത്തും. പക്ഷെ അത് ഗുണം ചെയ്യണമെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇത് കേരളമാണെന്നൊക്കെ സഖാക്കന്മാർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ BJPക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ലീഡ് നില കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേർന്നാണ് ഒരു പാർലമെന്റ് മണ്ഡലം. അപ്പോൾ ഈ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ അടുത്ത തവണ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയാൽ അത് വലിയ രീതിയിൽ ഗുണം BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ചില മണ്ഡലങ്ങൾ ഇപ്പൊ UP വലിയ രീതിയിൽ BJP പ്രതീക്ഷ പുലർത്തി വെച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ ഒപ്പത്തിനൊപ്പമാണ് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ BJPയും എന്നുള്ളതൊക്കെ അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. UPയിൽ മറ്റൊരു ഓപ്ഷൻ നമ്മൾ ചിന്തിക്കാനുള്ള അതേ അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തിരിച്ചറിയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടമാണോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമാണോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സ്ഥിതി നോക്കിയാലും മറ്റ് ഏത് സ്ഥിതി നോക്കിയാലും BJPക്ക് പ്രോഗ്രസീവ് കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയല്ല ഇപ്പോഴുള്ള ഇന്ത്യ. അത് സമ്മതിച്ചേ പറ്റൂ. റോഡുകളുടെ നിലവാരമായാലും മറ്റ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ 40-39-1 എന്നുള്ള തലത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അത് ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ അതുപോലെ തമിഴ്നാട്ടിലേക്ക് എത്തപ്പെടുന്നു. തമിഴ്നാട്ടിൽ 35 സീറ്റിൽ അപ്രമാദിത്യം തുടരുകയാണ് DMK എന്നുള്ളതാണ്. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് BJPക്ക് എന്തായാലും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. DMKക്ക് അണ്ണാ DMKക്ക് ഒരു സീറ്റിലേക്ക് എത്തപ്പെടുന്നു. 37 സീറ്റുകളുടെ ബലമാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലീഡിംഗ് നില പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് ഗുണമായത് കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അടക്കമുള്ള സീറ്റുകളാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായി BJPയുടെ സംഘടനാ സംവിധാനം അതുപോലെ തന്നെ BJPയുടെ പ്രവർത്തന രീതി BJPയുടെ ഈ അമിതമായ ആത്മവിശ്വാസം അതും തെരഞ്ഞെടുപ്പിലെ അത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലുണ്ടായ പാളിച്ചകൾ പല സ്ഥലങ്ങളിലും നമ്മൾ സ്ഥാനാർത്ഥികളെ BJP സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ പുറത്തു വന്നെങ്കിലും BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ട് അത് പുറത്ത് കൂടുതലായി പ്രതിഫലിച്ചില്ല എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ചില നല്ല സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഡൽഹിയിൽ നോക്കിയ ഹർഷവർദ്ധൻ അടക്കമുള്ള മികച്ച VK സിംഗ് അടക്കമുള്ള മികച്ച സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മികച്ച നിലവാരം പുലർത്തിയിരുന്ന പലരെയും ഒഴിവാക്കി നിർത്തിയത് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്ന് BJPക്ക് ഇപ്പോഴുള്ള ഈ ലീഡ് നില കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 20 സീറ്റുകളിൽ മത്സരം നടക്കുന്നു. 15 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു, 4 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിലാണെന്ന് തോന്നുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് 4 സീറ്റ് ലീഡ് ചെയ്യുന്നു. ജയിക്കുന്നോ തോക്കുന്നോ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഉണ്ടായിരുന്നിടത്തുനിന്ന് എത്ര കിട്ടിയാലും അവർ പിന്നെ ഈ 19-20 സീറ്റ് അവർക്ക് കിട്ടിയാലും സുരേഷ് ഗോപി മാത്രമാണ് അത് വ്യത്യസ്തം. കിട്ടിയാലും രണ്ടും ഒരു മുന്നണിക്ക് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്. അത് വേറൊരു കാര്യം. ഇന്ത്യ മുന്നണി ഇവർ ഇടതും വലതും എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് മത്സരിച്ച് പരസ്പരം പോരടിച്ചാലും ഒരുമിച്ചാണ് അവരെത്താൻ പോകുന്നത്. ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്ന 19 സീറ്റുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് മാത്രമാണ് BJPക്ക് ലഭിക്കുന്നതെങ്കിൽ 19 സീറ്റുകളും ലഭിക്കുന്നത് ഇന്ത്യ മുന്നണി. UDF ഈ പറയുന്ന LDF എന്ന് പറയപ്പെടുന്ന വ്യത്യാസം അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ. തമിഴ്നാട്ടിലേക്ക് പോയാലും അവിടെ 35 എന്നുള്ളതും 35 സീറ്റും നേരെ ചെല്ലുന്നത് 19 സീറ്റും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്കും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നത് കർണാടകയിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു 16-17 സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട് BJP എന്നുള്ളത്. ബാക്കി സ്ഥലങ്ങളിൽ ദക്ഷിണയിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ലീഡ് ചെയ്യാൻ സാധ്യത ഉണ്ടാകുന്നില്ല. ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ കേരളത്തിലേക്ക് എത്തപ്പെടുമ്പോൾ വളരെ പലപ്പോഴും ഈ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ മാറ്റി തട്ടി കളിക്കുന്നതെന്ന് എപ്പോഴും നോക്കി. കാരണം ഒരു തരത്തിൽ ഈ നമുക്കറിയാമല്ലോ ഈ ആദ്യത്തെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി കഴിഞ്ഞപ്പോൾ തന്നെ 369 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ശോഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമാണെന്നല്ല പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവാണ്. നെഞ്ചിൽ കയറി നിന്നിട്ടാണ് അവർ വെല്ലുവിളിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, അതായത് ഒരു സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ സംഘടന എന്ന് പറഞ്ഞ് നമ്മളൊരു സംവിധാനത്തെ നോക്കും. പ്രത്യേകിച്ച് BJP പോലുള്ള കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ എപ്പോഴും ഞാൻ
പ്രാഗൽഭ്യമുള്ള ഏതോ ആളാണ് എന്ന് വരുത്തി തീർക്കുകയും ഇപ്പോൾ തന്നെ BJP പല അടവ് നയങ്ങളും പയറ്റാറുണ്ട്. എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പലരെയും മാറി മാറി പരീക്ഷിക്കുകയും പലരെയും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പല പാർട്ടികളിൽ നിന്നും ആൾക്കാർ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പാർട്ടി തലത്തിൽ നടത്തിയ ഒരു ചർച്ച, ആ പാർട്ടി തലത്തിൽ നടത്തിയ ചർച്ചയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് ആദ്യം ഉയർന്ന അഴിമതി ആരോപണമാണ്. അവർക്കെതിരെ 10 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു വന്ന ആരോപണത്തെ അതിനെ ശരിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നന്നാക്കാൻ വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ ഉടനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ എടുത്തു. പിന്നെ വ്യക്തിപരമായ അവരുടെ ചില വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണ് BJP-യിൽ നിന്ന് പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ പോലുള്ള നേതാവിനെ കേരളത്തിൽ നിന്നല്ല അല്ല ലോകത്തിൽ അവര് പെട്ടെന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരാളല്ല. കാരണം കേരളത്തിൽ BJP-യുടെ ഒരു കാലത്ത് ഏതൊരു സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്താലും അവർ തെളിയിക്കുന്നുണ്ട്. അത് സ്ത്രീ ആയതുകൊണ്ടുള്ള ഒരു ഗുണമാണ്. അത്തരം കഴിവുള്ള സ്ത്രീകളെ BJP-യിലേക്ക് മറ്റ് സ്ത്രീകളെ കൊണ്ടുവരുന്നില്ല ഞാൻ പറഞ്ഞില്ല. RSS സംവിധാനം എന്ന് പറയപ്പെടുന്ന പലപ്പോഴും ABVP അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹകരിക്കുകയും അതിനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള സൗഹൃദങ്ങളിലുള്ള ഇപ്പോൾ അറിയാമല്ലോ ശീലയ്ക്ക് അറിയാം. ശീലയൊക്കെ ഈ സംഘടനാ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. നിങ്ങൾക്കൊക്കെ എത്രമാത്രമാണ് ഇതിനകത്ത് ലഭിച്ചിട്ടുള്ള എത്രമാത്രമാണ് കിട്ടിയിട്ടുള്ളത്? അങ്ങനെ ഈ സംഘടനാ സംവിധാനത്തിലുള്ള നിന്ന് ABVP ആണെങ്കിലും RSS ആണെങ്കിലും അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നവരെ അത്തരത്തിലുള്ളവരെ ഉപയോഗിച്ചിട്ടില്ല. അല്ല, അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ സ്ത്രീകളെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ABVP-യുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ TP സിന്ധുമോളെ അടക്കം വക്താവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. വലിയ ഗുണം ചെയ്തില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ പലരെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ കാര്യം വിടട്ടെ, ഞാൻ എന്റെ കാര്യം സംസാരിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് OM ശാലിനെ പോലുള്ള ചിലരെങ്കിലും കേരളത്തിൽ BJP-യിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. OM ശാലിനെ വളരെ കഴിവുള്ള ശാലിനെ മാറ്റി നിർത്തുന്നത് രമേശുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. MD രമേശുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. MD രമേശിനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? MD രമേശിനെ പോലുള്ള സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ ഇത്രയും യോഗ്യനായിട്ടുള്ള മറ്റൊരു നേതാവുണ്ടോ? എന്താണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നു? അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇതുപോലുള്ള സ്ത്രീ സാന്നിധ്യങ്ങൾ ഇല്ലാതാകുന്നത് ഞാൻ പറയാം. ആരെ വേണമെങ്കിൽ നമുക്ക് ആക്കാം, പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ എല്ലാ സ്ത്രീകളും ഈ പറയുന്ന പോലെ രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്ന സ്ത്രീകളല്ല. അത്തരത്തിലുള്ള സ്ത്രീകളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് സിന്ധുമോൾ വക്താവുന്നു അല്ലെങ്കിൽ വേറെ എന്താവുന്നു നമ്മുടെ ഒരു വിഷയമല്ല. പക്ഷെ അവരത് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ഞാനിതാണ്, ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് ആ സ്ത്രീരത്നമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ BJP-ക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയാത്തവരെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? അങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവർക്ക് മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നവരെ തഴയുന്നു. ഞാൻ ആ കാര്യമാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ABVP-യിലാണെങ്കിലും RSS-ലാണെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചിരുന്നവരെ BJP-യിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അവർക്കൊരിക്കലും അത്തരത്തിലുള്ള അധികാര പദവികളോ നൽകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒഴിവാക്കപ്പെടുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ശ്രീല പറഞ്ഞ ഡൽഹിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും സീറ്റ് നിഷേധിക്കപ്പെട്ടുകൊണ്ട് VK സിംഗിന് അടക്കം 5 ലക്ഷത്തിലധികം വോട്ട്. എനിക്ക് മനസ്സിലായത് BJP കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന, അതായത് സ്ട്രോങ് ആയി സംഘടന എന്തെന്നറിയുന്ന സ്ട്രോങ് ബേസിസ് ഉള്ള പലരെയും പല സ്ഥലങ്ങളിലും ഒഴിവാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, പുതിയ ചില കൾച്ചറുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. അതായത് ഇന്ന് വന്ന് ഇപ്പോൾ നമുക്കറിയാം ചില മാധ്യമ പ്രവർത്തകരെ അടക്കം ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഈ ഒരു കാലത്ത് അവർ ഈ ഗുണാന്വേഷികളായി അല്ലെങ്കിൽ അത്തരത്തിൽ ഗുണമുണ്ടാക്കാൻ വേണ്ടി ഗുണഭോക്താക്കളായത് BJP ഇപ്പോൾ അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗുണഭോക്താക്കളായി പലരും വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഗുണഭോക്താക്കളായി വരുന്നവരാണ് ഈ പാർട്ടിയുടെ മുഖമെന്ന് വരുത്തി തീർക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നത്. അതാണ് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നത്. അത് വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ദേശീയ തലത്തിലും അത്തരത്തിലുണ്ട്. പല PCC പ്രസിഡന്റുമാരും വരുമ്പോൾ, അവരുടെ കോൺഗ്രസ്സുകാരായ പലരും പല ജില്ലാ പ്രസിഡന്റുമാരൊക്കെ വരുമ്പോൾ തന്നെ വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് BJP-യിലേക്ക് കൊണ്ടുവരുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചു, ഒരു കാലഘട്ടത്തിലും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന പലരെയും തഴഞ്ഞു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ദേശീയ തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. ചില നേതാക്കന്മാർ അവരുടെ ആൺമൂളികളായി പ്രവർത്തിക്കുന്നവരെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും ഇത് ഗുണമുണ്ടാക്കുന്നവരെയോ ഒക്കെ അത്തരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് CKP വളരെ കൃത്യമായി പറഞ്ഞത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിരവധി പേർ ഈ
BJP-യിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഇവർക്കെല്ലാം ഒരു ക്ലാസ് കൊടുത്ത് എന്താണ് BJP, എന്താണ് സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ നാളെ ഇത് വലിയ രീതിയിൽ ഉപദ്രവം സംഘടനയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP പോലൊരു സംഘടന അല്ലെങ്കിൽ BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യക്ക് അനിവാര്യമാണ്. കാരണം ദേശീയ ബോധത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുകയും ദേശത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത്തരത്തിൽ ദേശഭക്തി അല്ലെങ്കിൽ ദേശം അത് നമ്മൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയെ ഒരു കാലത്തും വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും നിരോധിക്കുകയില്ല. 10 വോട്ടിന് വേണ്ടി അത് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയുള്ളൂ, അക്കാര്യത്തിലൊരു സംശയമില്ല. അതിന് BJP അധികാരത്തിൽ വരണം, BJP സ്ട്രോങ് ആയി തന്നെ ഇരിക്കണം, BJP-യുടെ സംഘടനാ സംവിധാനം മാറണം. ഒരുപക്ഷെ ഇത്തവണ അല്പം സീറ്റ് നില കുറയുന്നത് അത് ലോങ് റണ്ണിൽ BJP-ക്ക് ഗുണം ചെയ്യുകയുള്ളൂ. സംഘടനാ സംവിധാനം ടൈറ്റ് ആവാനും സംഘടനാ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്താനും സംഘടനയെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ തന്നെ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 290 എന്ന് പറയപ്പെടുന്ന ഒരു ലീഡ് നില എന്ന് പറയപ്പെടുന്നത് അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. 290 എന്ന് പറയപ്പെടുന്ന ലീഡ് നില മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ശ്രീല പറഞ്ഞു നിർത്തിയതുപോലെ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏകാധിപത്യ പ്രവണത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഈ 10 വർഷക്കാലത്തിൻ്റെ അധികാര നേട്ടത്തിലൂടെയാണ്. ആ അധികാരം വീണ്ടും പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോകും. ഇപ്പം ശരിയാണ് ശ്രീല പറഞ്ഞ പോലെ BJP വരട്ടെ, ദേശീയതയൊക്കെ നിലനിൽക്കട്ടെ എന്നൊന്നും പറയാതിരിക്കുന്നില്ല. പക്ഷേ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു രാജ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾക്ക് വിധി എഴുതുവാനുള്ള മാനസികാവസ്ഥയുണ്ട്. അവരത് വിധി എഴുതുകയും ചെയ്യും. ഇല്ലെങ്കിൽ സത്യത്തിൽ എനിക്കിത് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം 216 എന്ന് പറയപ്പെടുന്ന ഒരു സംഖ്യയിലേക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും നൽകുമ്പോഴും എൻ്റെ സൂചനകൾ എന്ന് പറയപ്പെടുന്നത് ഒരു 150, 160 സീറ്റിനുള്ളിൽ ഈ മുന്നണി പോകുമെന്നുള്ളതാണ്. പക്ഷേ 216ലേക്ക് അവർക്ക് ഓടിയെത്താൻ ഈ ലീഡ് അവസാനം വരെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ മാറി പറയും. പക്ഷെ നമുക്ക് ആദ്യത്തെ ബലസൂചനകൾ എന്ന് പറയപ്പെടുന്നത് എവിടെയൊക്കെ എണ്ണുന്ന ഏതൊക്കെ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. അത് BJP പരിശോധിക്കേണ്ടതാണ്, NDA പരിശോധിക്കേണ്ടതാണ്. ആത്മവിശ്വാസവും ഒപ്പം തന്നെ നമ്മുടെ ഏകാധിപത്യ പ്രവണതയൊക്കെ നല്ലത് തന്നെ അതർക്ക്. പക്ഷേ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വരുന്ന ഈ ലീഡുകൾ എന്ന് പറയുന്നത്. ഒന്ന് കഷ്ടിച്ച് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, BJP തന്നെ ഭരിക്കുകയും ചെയ്യും, അതിനൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഒരു പാഠമാണ്. ഈ JP നദ്ദയെ കൊണ്ട് പറയിപ്പിച്ചതടക്കം RSS സംവിധാനത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു പുനഃപരിശോധന ആവശ്യമാകുന്നു. ഒരു പുനർവിചിന്തനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സംഘടനാ സംവിധാനത്തിൽ തന്നെ വലിയ അഴിച്ചുപണികൾ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സിസ്റ്റം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇനിയും നശിച്ചു പോവുകയുള്ളൂ. തൃശ്ശൂർ കേരളത്തിലേക്ക് വന്നാൽ തൃശ്ശൂരെ മാറ്റം വലിയ മാറ്റമാണ്. കാരണം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുനിലേട്ടൻ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂരിൽ സുനിൽ ഏതാണ്ട് 14,000 ചില്ലറ വോട്ടിന് പിറകിലേക്കാണ് എന്നുള്ളത് വലിയ. അവിടെ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു എന്നുള്ള അത്തരം നല്ല സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ പോപ്പുലർ ആയിട്ടുള്ള അത്തരത്തിൽ ജനപിന്തുണ ആർജിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത് വലിയ രീതിയിൽ BJP-ക്ക് ഗുണം ചെയ്യുന്നു. സുരേഷ് ഗോപി ഏകദേശം മൂന്ന് ടേമിലായിട്ട് അവിടെ മത്സരിച്ച് അവിടെ നിന്ന് തൃശ്ശൂര് നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അങ്ങനെ നിയമസഭയിലും മാത്രമല്ല സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കാൻ എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപിയെ സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുത്താനൊക്കെ മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സ്ത്രീകൾക്ക് വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അത് തന്നെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ നമുക്കറിയാം അവിടുത്തെ ഒരു കൾച്ചർ, തൃശ്ശൂരെ കൾച്ചർ നമുക്കറിയാം. അപ്പോൾ വീട്ടിൽ ഈ CPM-കാരും CPI-കാരും ഒക്കെ ആണെങ്കിലും പല സ്ത്രീകളും പല വീടുകളിൽ നിന്നും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഫലസൂചനകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ടത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതൽ നേടിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ശോഭാ സുരേന്ദ്രന് തുണയാകുന്നത് അവിടെയാണ്. ഈ ശോഭാ സുരേന്ദ്രന്റെ വാചാലത അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയുണ്ട്. വളരെ സ്ട്രോങ് ആയി സംസാരിക്കുന്ന സ്ത്രീയാണ്, ചടുലമായി സംസാരിക്കുന്ന സ്ത്രീയാണ്. മറ്റെല്ലാ രംഗത്തും ചടുലമായി സംസാരിക്കുന്ന സ്ത്രീകളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും രാഷ്ട്രീയ രംഗത്ത് വളരെ ചടുലതയോടുകൂടി സംസാരിക്കുന്ന, കാര്യങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന സ്ത്രീകളെ ഇഷ്ടം. അത് മാത്രമാണ് ശോഭാ സുരേന്ദ്രന്റെ ഗുണമാകുന്നത്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പല വോട്ടുകളിലും മുന്നേറ്റം. അതാണ് ഞാൻ പറഞ്ഞത്. ആലപ്പുഴയായിരുന്നു, ആറ്റിങ്ങലായിരുന്നു, ഇങ്ങനെ തിരുവനന്തപുരത്തായിരുന്നു, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും മത്സരരംഗത്തുണ്ടായിരുന്നു. ഈ മത്സരരംഗത്ത് എത്തുമ്പോഴൊക്കെയും അവർ നേരിടുന്നത് ഈ CPM-ന്റെ കോട്ടകൊത്തളങ്ങളിൽ ചെന്ന് അവർക്കെതിരെ ശബ്ദമുയർത്തുക. അത് ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ വളരെ വർഷങ്ങളായി ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഞാൻ സംഖ്യയാണെന്ന് അവകാശപ്പെടുന്നവരെ പോലെയല്ല.
അവർ ഈ പാർട്ടിക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വർഷങ്ങളായി അവർ ഈ സംഘടനയോടൊപ്പം തന്നെയാണ്. അവർ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാലും അവർക്ക് ഗുണമുണ്ടാക്കാമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ BJP-യെ കണ്ട് പനിച്ചു തുള്ളി ചാടുന്ന, ബഹളം വെക്കുന്ന, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ BJP ആണെന്ന് പറഞ്ഞ് കുതിച്ചു ചാടുന്ന ചിലരെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ അവർക്കൊക്കെ കുറച്ചെങ്കിലും ഇപ്പോൾ മാത്രമാണ് അവർ മാളത്തിൽ നിന്ന് വന്ന് ഞാൻ BJP ആണെന്ന് അവകാശപ്പെടുന്നത്. കാരണം ദേശീയ തലത്തിൽ ഭരണമുണ്ട്, എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നു. പക്ഷെ ആ ഒരു നേട്ടവും ഇല്ലാത്ത കാലഘട്ടത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷമായി ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരെ സത്യത്തിൽ അവരെ അഡ്രസ് ചെയ്ത് അവരോട് സംഘടനാപരമായി സംഘടനയ്ക്ക് ദ്രോഹം വരുന്നത് ചെയ്യരുതെന്ന് പറഞ്ഞത് സംഘടനയ്ക്ക് അതീതമായി വളർന്നു എന്നൊരു തോന്നൽ അവർക്കുമുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ എങ്കിൽ പോലും അവരെ നിലയ്ക്ക് നിർത്തിയിരുന്നുവെങ്കിൽ സംഘടന കൃത്യസമയത്ത് അവരെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുകയും അവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു മികച്ച നേതാവ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരോട് ചൂണ്ടിക്കാട്ടി അവരോട് പറയുകയും സംഘടന അവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ്, അവർ കുറേയൊക്കെ പാർട്ടിക്ക് വേണ്ടി സഹിച്ച ഒരാളാണ്. പക്ഷെ ആ പാർട്ടി വിരുദ്ധത അവരിലുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പലപ്പോഴും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ശോഭാ സുരേന്ദ്രൻ ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളവരെന്ന് സ്വയം അവകാശപ്പെടുകയും ഒക്കെ ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഈ ശോഭ കാണിക്കുന്ന ഇതേ പാർട്ടികളിലുള്ള വിരുദ്ധത പല ദേശീയ നേതാക്കളും നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് മുമ്പ് പറഞ്ഞത് BJP-യുടെ സംഘടനാ സംവിധാനം പുനഃപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണോ പോകേണ്ടത്, ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്? BJP അത്തരത്തിലൊരു പാർട്ടിയല്ല, മറ്റൊരു സംഘടനയും പോലെയല്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് കേഡർ സംവിധാനം ഉണ്ടെങ്കിലും അതിലുമേറെ കേഡർ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS-ഉം. RSS-ന്റെ ഒപ്പം RSS നയിക്കുന്ന, അല്ലെങ്കിൽ RSS പിന്നിൽ നിന്ന് നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എവിടെയൊക്കെയോ പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അത് തിരുത്തേണ്ടത് തന്നെയാണ്. മാത്രമല്ല സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യമായിട്ട് ഇത് വിധി എഴുതുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് 212-ലും ND എന്ന് പറയപ്പെടുന്നത് 294-ലും മറ്റുള്ളവർ 20 സീറ്റിലും മത്സരിച്ച് അല്ലെങ്കിൽ ലീഡ് ഉയർത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ സമയത്ത് നമുക്കറിയാൻ കഴിയുന്നത്. കേരളത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കേരളത്തിൽ 14-5-1 എന്നുള്ളതാണ്. 14 സീറ്റിൽ UDF-ഉം 5 സീറ്റിൽ LDF-ഉം 1 സീറ്റിൽ BJP-യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി വലിയ ലീഡിലേക്ക്, എനിക്കൊന്ന് 15,000 ലീഡ് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സുരേഷ് ഗോപി അവിടെ ജയിക്കേണ്ടത് അനിവാര്യതയാണ്. 2 ഘടകങ്ങളാണ്. ഒന്ന്, ഈ BJP-ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ഞാൻ പൂട്ടിച്ച് ഇവിടെയും പൂട്ടിക്കുമെന്ന് പറഞ്ഞു വന്ന കെ മുരളീധരന്റെ ആത്മവിശ്വാസം, കെ മുരളീധരന്റെ ആ ആത്മവിശ്വാസവും തരത്തിനനുസരിച്ച് സംസാരിക്കുന്ന രീതിയും ഒക്കെ ഒഴിവാക്കപ്പെടണം. ഇനിയെങ്കിലും കെ മുരളീധരൻ ആത്മപരിശോധന നടത്തേണ്ടതാണ്. കാരണം BJP കുമ്മനം രാജശേഖരനെ തോപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എല്ലാ തവണയും താനാണ് എന്തോ ഒരു കാലത്ത് ആരായിരുന്നു കെ മുരളീധരൻ എന്ന് കെ മുരളീധരൻ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു കാലത്ത് ഒന്നിനും കൊള്ളാതെ ചാലക്കുടിയിൽ നിർത്തിയാൽ പോലും ജയിക്കാത്ത മൂന്തപുരം, അന്ന് മൂന്തപുരം മണ്ഡലം, മൂന്തപുരത്ത് വന്നാൽ പോലും ജയിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നൊരു കെ മുരളീധരനെ നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ കെ മുരളീധരൻ എന്തോ മഹാസംഭവമാണെന്ന് കെ മുരളീധരന് തന്നെ ഒരു തോന്നലുണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സീറ്റ് കളഞ്ഞുകൊണ്ട് ഇവിടേക്ക് മത്സരിക്കാൻ എത്തുകയുമായിരുന്നു. ഏതായാലും അതിന് ഏറ്റ കെ മുരളീധരനേറ്റ അങ്ങനത്തെയല്ല കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അത് കോൺഗ്രസ് തന്നെ കെ മുരളീധരനിട്ടൊരു പണിയാണെന്ന്. വടകരയിൽ നിന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഇപ്പൊ പത്മജ ചിരിക്കുന്നുണ്ടാവും. പത്മജ സഹോദരിയല്ലെന്ന് വരെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയാലും സ്വന്തം സഹോദരിയെ തള്ളി പറയുക, സഹോദരിയല്ല. അപ്പോഴും പത്മജ കാണിച്ച മര്യാദയുണ്ട്. മുരളിയേട്ടൻ തന്നെയാണ് പറഞ്ഞത്. എന്റെ സഹോദരനെ തള്ളി പറയാൻ അവർ രാഷ്ട്രീയപരമായ 2 ഭിന്ന ധ്രുവങ്ങളിലാണെങ്കിൽ ഒരിക്കലും സഹോദരനല്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതുകൂടി കടന്നു ഒരു പ്രീണനം എന്ന രീതിയിൽ അതുകൂടി കടന്നുകൊണ്ട് പറയുന്ന ഒരു സഹോദരൻ, അങ്ങനെ ഒരു സഹോദരൻ എങ്ങനെയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം പോലും അന്ന് പ്രസക്തമായിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവസാനം ഇപ്പോഴത്തെ ഈ ഒരു സെക്ഷൻ തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത് തന്നെയാണ്. ഈ 14-5 എന്നുള്ളത് കേരളത്തിലും ഇതിൽ നിന്നും വ്യത്യസ്തമായ തരത്തിൽ 212 ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും എത്താൻ പോകുന്നില്ല, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് അതായത് അവർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉയരുകയും താഴുകയൊക്കെ ചെയ്യുന്നുണ്ടും ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ഇതിന്റെ യഥാർത്ഥ ഒരു ചിത്രം എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ BJP തന്നെയാണ് അധികാരത്തിൽ. അതൊന്നും മാത്രമല്ല നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി, അതിലൊന്നും മാറ്റമില്ല. 9-ാം തീയതി ഈ പറഞ്ഞ പോലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയും ചെയ്യും. കൃത്യമായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവരോധിക്കുകയും ചെയ്യും. അതിലൊന്നും മാറ്റമില്ല. പക്ഷേ BJP എന്ന് പറയപ്പെടുന്ന സംഘടന കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു. ആ സംഘടനാ സംവിധാനത്തിൽ പൊളിച്ചെഴുത്ത് നടത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു വിധി എഴുത്താണ് ഇത് എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ കഷ്ടിച്ച് പോകുന്ന ഒരു അവസ്ഥ ടൈറ്റ് ഫൈറ്റിലേക്ക് പോയിട്ടാണ് മുമ്പിലോട്ട് പോകുന്നു. വേണമെങ്കിൽ ഇതായിരുന്നു ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു യുദ്ധം കൂടിയിട്ടാണ് വിജയത്തിലേക്ക് NDA എത്താൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ, ഒരു ഫലസൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന നിമിഷത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം NDA മുന്നണി തന്നെയാണ് അധികാരത്തിൽ എത്താൻ പോകുന്നത്. BJP തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും, അതിലൊന്നും മാറ്റമില്ല. എന്തായാലും ഒരു പ്രതിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷം ഉണ്ടാകാൻ പോകുന്നു. പ്രതിപക്ഷം ഉണ്ടാകണം. പക്ഷെ പ്രതിപക്ഷം ഉണ്ടാകുന്നുണ്ട്
എങ്കിൽ അതിനർത്ഥം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നേടിയെടുത്ത ഒരു മേൽക്കൈ, ഒരു എഡ്ജ് BJPക്ക് നഷ്ടപ്പെട്ടു. വേറൊരു പ്രശ്നം, ഇന്ത്യ സഖ്യം പ്രതിപക്ഷം ഉണ്ടാകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, ഒക്കെ ശരി. പക്ഷേ ഒരല്പം BJP ഒന്ന് വിചാരിച്ചാൽ ഈ ഇന്ത്യ സഖ്യം ഒരു ദിവസം കൊണ്ട് പൊളിക്കാൻ കഴിയുന്ന ഒരു സഖ്യമാണ്. അല്ല, നമുക്ക് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യം നിലനിൽക്കണം. ഈ ഇങ്ങനെ പൊളിച്ചടുകൾക്ക് അപ്പുറം ഇപ്പോൾ ഭരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം BJPക്ക് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ NDA മുന്നണിക്ക് ലഭിക്കുകയാണെങ്കിൽ അവർ മറ്റുള്ളവരെ തകർക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതെ, മനസ്സിലായില്ലേ? ഇവർക്ക് ഭരിക്കാൻ കഴിയും. അല്ല, ഇതിൽ പലരും ഒരുപക്ഷെ മറുകണ്ഠം ചടങ്ങ് മന്ത്രിസഭ രൂപീകരണമൊക്കെ വരുമ്പോൾ BJPക്ക് ആവശ്യമില്ല. BJP അങ്ങനെ എടുക്കുന്ന ഏറ്റവും വലിയ പാളിച്ചയും. കാരണം അങ്ങനെയുള്ളവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് അല്ലാത്തൊരു ഘട്ടത്തിലാണ് ചിലപ്പോൾ 260-ലോ 270-ലോ ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നതെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യം. നമുക്കറിയാമല്ലോ, ജാക്കറ്റ് പിടിക്കലും പറയുന്ന കോടികൾ കൊടുക്കലും ഒക്കെ ഉണ്ടാകും. അവർ പറയുന്ന തരത്തിലേക്ക് അവർ പറയുന്നത്. അതിപ്പോ BJPയെ എല്ലാവരും കുറ്റപ്പെടുന്നുണ്ടെങ്കിലും BJP മാത്രമല്ല, എല്ലാവരും. ഇന്നലെ വരെ EVM പ്രശ്നമായിരുന്നു. കേരളത്തിലടക്കം മാധ്യമ പ്രവർത്തകർ EVM ഹാക്ക് ചെയ്തു. അപ്പൊ ഇപ്പൊ ഏത് EVM ആണ് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നോട് പറയാം. EVMന്റെ വിശ്വാസ്യത ഈ തെരഞ്ഞെടുപ്പോടെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങളുടെയും ഒക്കെ EVMനോടുള്ള വിശ്വാസ്യത ഇപ്പോൾ വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും വീണ്ടും ഇന്ത്യയുടെ നില മെച്ചപ്പെടുകയാണ്. അതെ, ഇന്ത്യയുടെ നില മെച്ചപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും കുറച്ചെങ്കിലും EVMന്റെ നില മെച്ചപ്പെടുന്നു, EVMന്റെ വിശ്വാസ്യത മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും.